റയോണിലുള്ള റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കളക്ഷനാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എല്ലാവർക്കും പൂത്തരാൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ റയോണിൽ തന്നെയുള്ള ഡിഫറെൻറ്റ് മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ചരിഞ്ഞിട്ട് പോകുന്നൊരു സ്ട്രൈപ്പ് പോലെയാണ്. പിന്നെ നമുക്കൊരു മാർബിൾ ഡിസൈൻ എന്ന് പറയാം, ആ ഒരു തരത്തിലുള്ള ഡിസൈനും കൂടിയാണ്. ഫോയിൽ പ്രിൻറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് വന്നിരിക്കുന്നത് 159 റുപ്പീസ് പെർ മീറ്റർ ആണ് കേട്ടോ. ഞാൻ ചെയ്തിരിക്കുന്ന ഡ്രസ്സും സെയിം ഫാബ്രിക് വെച്ച് ചെയ്തിരിക്കുന്നത്, ലൈനിങ് ഇല്ല. അപ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാം. കോട്ടൺ പോലെയൊക്കെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു പിങ്ക് കളറിലാണ്. പിങ്കിൻ്റെ തന്നെ ലൈറ്റും ഡാർക്കുമായിട്ടുള്ള ടോണാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, ഇതിനകത്തൊരു ഫോയിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫോയിൽ വന്നിരിക്കുന്നത് ഒരു ഗോൾഡ് കളറിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ വേറൊരു കളറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ വെയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻസ് പോകുന്നത്, അതായത് ഇങ്ങനെ ചരിഞ്ഞ് പോകുന്നത് പോലെ. ഇപ്പോൾ ഞാൻ വെയർ ചെയ്ത ഡ്രസ്സിൻ്റെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ ഒരു യോക്ക് പാർട്ടിൽ ഇങ്ങനെ ചെരിഞ്ഞ് പോകുന്ന പോലെയുള്ള ഡിസൈനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാണ്. 159 റുപ്പീസാണ് പെർ മീറ്റർ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാം. കോട്ട് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ടോപ്പും ബോട്ടവുമായിട്ടുള്ള സെറ്റൊക്കെ സെയിം പാറ്റേണിൽ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ കോട്ട് സെറ്റൊക്കെ. അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് സ്ലിറ്റഡ് പാറ്റേണിലുള്ള കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു ഓഫ് വൈറ്റ് കളറുള്ള ബോട്ടമൊക്കെ വെച്ച് ഇത് പെയർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഇതിൻ്റെ തന്നെ നമുക്ക് 3 കളറും കൂടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ബ്ലൂവും അതുപോലെ തന്നെ സീ ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറിലേക്കാണ് അത് പോയിട്ടുള്ളത്. എല്ലാം തന്നെ ആ ഒരു ഇപ്പോൾ ഗ്രീൻ ആണെങ്കിൽ അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് ടോണും ഡാർക്കർ ടോണും പോലെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് വന്നിരിക്കുന്നതും സെയിം ആ ഒരു ചെരിഞ്ഞ് പോകുന്ന പോലത്തെ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ്. നല്ല ഭംഗിയുണ്ട്. നമുക്കിതൊരു മാർബിൾ ഡിസൈൻ എന്നും പറയാം, ആ തരത്തിലാണിത്. ഇതിൻ്റെ ഡിസൈൻസ് എല്ലാം തന്നെ പോകുന്നത്. ഫോയിൽ പ്രിൻറ്റും ഇൻക്ലൂഡഡ് ആണ്. ഈ ഫോയിലൊന്നും അങ്ങനെ പോകുന്നതല്ല, നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് തന്നെയാണ്. 159 റുപ്പീസാണ് പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഗ്രീനിൻ്റെ ഒരു ടോണിലേക്ക് പോയിട്ടുള്ളതാണ്. ഗ്രീനിൻ്റെ തന്നെ 3 ടോണാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ലൈറ്റും ഡാർക്കുമായിട്ടുള്ള ഗ്രീനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതും 159 റുപ്പീസ് പെർ മീറ്റർ ആണ്. റയോൺ ആണ് ഫാബ്രിക് വരുന്നത്. നമുക്ക് ഒന്ന് വെച്ച് നോക്കാം എങ്ങനെയാണ് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരിക എന്നുള്ളത്. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. മാർബിൾ ഡിസൈൻ എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെയും ഞാനത് തന്നെ പറയുന്നു. ലാസ്റ്റ് വൺ കാണുന്നത് യെല്ലോയുടെ കളറിലേക്കാണ്. അപ്പോൾ ഇതിനകത്ത് പോകുന്നത് യെല്ലോയും ബ്രൗണും കൂടെയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് പോകുന്നത്. നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ് 4. നമുക്ക് ഞാൻ പണ്ടൊക്കെ പറയുന്നത് പോലെ ഇതിനകത്ത് ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡൗട്ട് വരുന്ന പോലത്തെ കളേഴ്സ് തന്നെയാണ്. വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാം. ഇത് വെയർ ചെയ്യുമ്പോൾ കാണിക്കേണ്ട കാര്യമില്ല, ഞാൻ വെയർ ചെയ്തിട്ടുണ്ടല്ലോ. വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് പോകുന്നത് ഒരു സിൽവർ കളറിലുള്ള ഒരു ഫോയിൽ പോലത്തെയാണ്. സിൽവർ അല്ല, ചെറുതായിട്ടൊരു സിൽവർ എന്നാൽ ഒത്തിരി ഗോൾഡ് അല്ലാത്ത തരത്തിലുള്ളൊരു കളറിലുള്ള ഫോയിൽസാണ് പോകുന്നത്. നമ്മളിന്ന് കണ്ടത് റയോണിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. 159 റുപ്പീസാണ് പ്രൈസ് വന്നിരിക്കുന്നത് പെർ മീറ്റർ. 44 ഇഞ്ചാണ് വിഡ്ത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് മാത്രം വാട്സാപ്പ് ചെയ്യുക. നമ്മൾ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളിന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.